ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ കുഞ്ഞു ബേബിനെയും രാവിലെ എടുത്തിട്ടിരിക്കുക കേട്ടോ. കണ്ട, കണ്ണ് തുറന്ന് കിടപ്പാണ്. നേരെ വെളുക്കോളം ഉറങ്ങിയിട്ടില്ല. അവൻ്റെ ഉമ്മച്ചിരുത്തിരുന്ന് നേരെ വെളുക്കോളം. നേരെ വെളുത്ത എൻ്റെ മടിയിലും കയറിയിരിക്കും. നമുക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ പണി ഉണ്ടാവില്ലേ, അതൊന്നും അവൾ സമ്മതിക്കില്ല. പിന്നെ ഹെൽപ്പറിന് ആളുണ്ടായാലും അവർ നേരെ വെളുത്താൽ അവരുടേതായ പണിക്ക് നിൽക്കും. ഇതിനെടുത്തിരിക്കാൻ നമ്മൾ വല്യമ്മമാർക്കൊരു പണിയല്ലേ, എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആവും. എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആവൂലേ. കുഞ്ഞു ബേബികളുണ്ടാകുമ്പോൾ നമ്മൾ വല്യമ്മമാർക്ക് ഇവരാനെടുത്തിരിക്കൽ തന്നെ പണി. നേരം വെളുത്താൽ ഇവരാനെ നോക്കൽ, എടുത്തിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അവരമ്മച്ചമാർക്കൊന്നും ഉറങ്ങണ്ടേ, അപ്പോൾ രാത്രി ഒന്നും ഉറങ്ങില്ല. വല്യമ്മമാർക്ക് രാത്രി ഒന്നും എണീക്കാൻ വയ്യല്ലോ. അപ്പോൾ അവരമ്മമാരെന്നെ നോക്കും. പിന്നെ നേരം വെളുത്ത ഒന്നെടുക്കുമോ, ഒന്നെടുത്തേന്ന് പറയും. ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറയും. അപ്പോൾ നമ്മളെടുത്തുകൊണ്ടിരും, നമ്മൾ നോക്കും. അപ്പോൾ അടുക്കളത്തെ പണിയൊക്കെ അവിടെ കിടക്കും. പിന്നെ അവരൊരു 9 മണി 10 മണിയൊക്കെ എനിക്ക് വരുമ്പോൾ ചായ കടി അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ആവണം. വേറെയും പിള്ളേരുണ്ട്, അവർക്ക് വിശക്കണ് പറയും. എനിക്ക് വരുമ്പോഴെന്നെ വിശക്കണുണ്ട, ചായ ഉണ്ടാ, എന്താ കടിയെന്ന് ചോദിച്ചിട്ട് വരിക. അപ്പോൾ കടി ഉണ്ടതാന്ന് പറഞ്ഞാൽ അതിലേക്ക് എന്താ കൂട്ടാൻ നിൽക്കും. അതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഓരോരുത്തർ വരൽ തുടങ്ങും. അപ്പോൾ രാവിലെ തന്നെ ഇവളെ എടുത്തിട്ടിരുന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും പണി എടുക്കാൻ പറ്റുമോ? എന്നാലും അവൻ്റെ ഉമ്മച്ചി കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ വെച്ചാൽ ഞാനിങ്ങനെ എടുത്തിരിക്കട്ടോ രാവിലെ. അപ്പോൾ അത് കാരണം ലോങ് വീഡിയോ ഒന്നും ഇല്ല. പിന്നെ ഇന്നലെ ഇവിടെ വിഷുവിൻ്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു യുവാക്കളുടെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ പോയിന്ന്. രാത്രി കുറച്ച് നേരം പോയി. പിള്ളേരൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹമില്ല. അപ്പോൾ അവരേനൊന്ന് കാണിച്ചു കൊടുക്കാൻ പോയി. പിന്നെ അവിടെ നിന്ന് വന്ന് കിടക്കുമ്പോൾ തന്നെ കുറേ നേരമായി. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ അവളെ കരച്ചിലിട്ടപ്പോൾ ഉണർന്നു. പിന്നെ അവൻ്റെ ഉമ്മച്ചി പാലൊക്കെ കൊടുത്ത് അവിടെ ഉറക്കി കിടത്തിയപ്പോൾ പിന്നെ ഞാനും അവിടെ തന്നെ കിടന്നു കുറച്ച് നേരം. എന്നിട്ട് വീണ്ടും എനിക്ക് ഇപ്പോൾ എടുത്ത് വന്നിരിപ്പാണ്. രാവിലെ ഇങ്ങനെ ഒരാളെടുത്തിരിക്കണം, ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. ഇവൻ്റെ ഉമ്മപ്പാൻ്റെ വീട്ടിൽ പോയി ഇവളെന്താ കാണിക്കാൻ കണ്ടിട്ടുണ്ട്. മോളാണ് കേട്ടോ. ഞാൻ ഇവന് എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത പേരക്കുട്ടികളൊക്കെ ആൺകുട്ടികളായതുകൊണ്ട് അവരനൊക്കെ മോനി എന്ന് വിളിച്ചിട്ട് ഇപ്പോൾ ഇത് മോളാണ്. എന്നാലും ഇവന് തന്നെ വരുന്നുള്ളൂ. ഇത് മോളാണ്. ഇവൻ്റെ മൂത്തത് ആൺകുട്ടിയാണ്. പിന്നെ മൂത്ത മോൾക്ക് 2 ആൺകുട്ടികളാണ്. പിന്നെ ഒരു പെൺകുട്ടിയുണ്ട് കേട്ടോ. അപ്പം അതാണ് ഇന്നത്തെ വിശേഷം. കൂടുതലൊന്നും സംസാരിക്കാൻ ടൈമില്ല. മടിയിലൊന്നും സമ്മതിക്കണില്ല. എടുത്ത് നടക്കണം. ഇരുന്നാലും സമ്മതിക്കില്ല, എടുത്താലും സമ്മതിക്കില്ല. നമ്മൾ ഇരുന്നാലും സമ്മതിക്കില്ല. എടുത്തിട്ട് നടക്കണം, എന്നാലാണ് കരയാതെ കിട്ടുള്ളൂ. കണ്ണ് തുറച്ചിരിക്കുകയാണ് രാവിലെ. ഇപ്പം എത്ര മണിയാ? 7 മണി. എപ്പോൾ എണീറ്റതാ വെച്ചിട്ടാ? 12 മണി കഴിഞ്ഞ് പിന്നെ ഉറങ്ങൂല. രാത്രി 12 മണി കഴിഞ്ഞ് പിന്നെ ഉറങ്ങൂല. പാൽ കുടിച്ച് പിന്നെ പാല് വേണ്ട, അതാവും. കണ്ണുറിച്ചെടുക്കുന്നുണ്ട്. കണ്ണ് തുറച്ചിട്ട് കിടക്കണം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.